കാണുമ്പോൾ തന്നെ കൊതി വരുന്ന നല്ല ചൂടുള്ള മുട്ട ബുർജി ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ കഴിക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പമുള്ള വിഭവമാണിത്. വെറും 5 മിനിറ്റിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്കൊന്ന് പാൻ ചൂടാക്കിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം വലിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് രണ്ടും ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഓരോ ഇൻഗ്രീഡിയൻസും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പുതിനയിലയാണ് ചേർത്ത് കൊടുത്തത്. അതോടൊപ്പം തന്നെ മീഡിയം സൈസിൽ 2 സവാള ചെറുതായി അരിഞ്ഞത്, 10 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, 1 തക്കാളി, ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഇളക്കി കുറച്ച് നേരം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് നമുക്ക് ഇത് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. 5 മിനിറ്റ് ആയതിനു ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു ചെറിയ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല എന്നിവ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാം ഒന്ന് സെറ്റായി വരുന്നതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് യോജിപ്പിച്ച് സെറ്റാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മുട്ട ഉടച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ 3 മുട്ടയ്ക്കുള്ള സാധനങ്ങളാണ് അളവ് പറഞ്ഞിരുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് 3 മുട്ടയും ഇതിലേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. കൂടുതൽ എണ്ണം മുട്ടയുടെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ അളവിൽ നിന്നും ഓരോ സാധനങ്ങളും നിങ്ങളുടെ ഇഷ്ടത്തിന് അളവിന് മാറ്റി എടുക്കാവുന്നതാണ്. മുട്ടയെല്ലാം ഉടച്ചതിന് ശേഷം നമുക്കൊന്ന് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അധികം മുട്ട വെന്ത് പോകാതെ ആക്കിയെടുക്കേണ്ടതാണ്. ഈ പരുവത്തിലാണ് നമ്മൾ സെറ്റാക്കി എടുക്കേണ്ടത്. അപ്പോൾ രുചികരമായ മുട്ട ബുർജി സെറ്റായിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയും അടുത്ത റെസിപ്പിയുമായി വരുന്നവരെ ബൈ.